له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. أصلي صلاة تملأ الأرض والسماء على من له أعلى العلا تبوأ أقيم مقاما لم يقم فيه مرسل وأمسط له حجب الجلال توطأ إلى العرش والكرسي أحمد قدنا فنور ما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ബഹുവന്യരായ ഉസ്താദുമാരും പണ്ഡിതരും സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്ത് അല്ലാഹു സ്വീകരിക്കുന്ന അടിമകൾക്ക് അല്ലാഹു തആല എന്നെ പഠിപ്പിച്ച ലക്ഷണങ്ങളാണ് ഇന്നലെയും നമുക്ക് നാം എണ്ണി പറഞ്ഞു. 3 അടയാളങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നാം വിശദീകരിച്ചത്. വിശ്വാസിയുടെ വിനയം മുഖ്യ വിഷയമായി തന്നെ നാം 1-ാമത്തെ ദിവസം പറഞ്ഞു. ഇന്നലെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സഹനവും സമചിത്തതയും പ്രകടിപ്പിച്ച് സ്വഭാവം നന്നാക്കി സ്വീകരിക്കേണ്ട ജാഹിലുകളോടുള്ള വിശ്വാസികളുടെ അല്ലാഹുവിന്റെ അടിമകളുടെ നിലപാടിനെ കുറിച്ചാണ് നാം പറഞ്ഞത്. 3-ാമതായി വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, പകൽ സമയങ്ങളിൽ വിനയവും മറ്റുള്ള ആളുകൾക്ക് മാർഗദർശനവും നൽകുന്നതോടൊപ്പം രാത്രി സമയങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി ജീവിതം അർപ്പിക്കുന്നവരാണ് ഭാരതൻ. മുഴുവൻ നിസ്കാരത്തിലും ദിക്റിലുമായി മാത്രമല്ല, ഉറക്കവും ഇബാദത്ത് തന്നെയാണ്. ഉറക്കം മാത്രമായി കരുതാനും പാടില്ല. രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഫർള് നിസ്കാരങ്ങൾ കൂടുതൽ വെച്ചത് രാത്രിയിലാണ്. പകലിൽ ആകെ 2 എണ്ണമേ ഉള്ളൂ. ആ നിലക്കും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം, ഫർളുമായ നിസ്കാരങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല നടപ്പിലാക്കിയ തഹജ്ജുദ് നിസ്കാരം അത് രാത്രിയിലാണ്. ആദ്യം അല്ലാഹു തആല കൽപ്പിച്ചത് തഹജ്ജുദ് നിസ്കരിക്കാനാണ്. അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് 5 വഖ്ത് ഫർളായി അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നതും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൈമാറി. ആ നിലക്ക് തന്നെ രാത്രി വിശ്വാസികൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി മാറ്റുന്നതിന് ഏറെ സഹായകമാകുന്ന സമയമാണ് രാത്രി. ഇനി ഒന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കാനൊന്നും കൂട്ടാക്കുന്നില്ലെങ്കിൽ ഇശായിലെയും സുബ്ഹിയിലെയും ജമാഅത്തെങ്കിലും നമ്മൾ പതിവാക്കുക. മൻ സല്ലൽ ഇശാഅ ഫീ ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ഇശാ നിസ്കാരം ജമാഅത്തിലായി ഒരാൾ നിർവഹിച്ചാൽ രാത്രി പകുതി സമയം വരെ നിസ്കരിച്ചവനെ പോലെയാണ്. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ ലൈല കുല്ലഹു. സുബ്ഹി നിസ്കാരം ജമാഅത്തിലായി നിർവഹിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലെയാണ്. അതെങ്കിലും നമുക്ക് ഇനി ഒന്നുമില്ലെങ്കിൽ ഇതിലെങ്കിലും നമുക്ക് ഒരു പങ്ക് വേണം. മഹാരഥന്മാരായ ആളുകൾ രാത്രിയെ ഭാഗിച്ചു വെച്ച് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ ജസ്സ അൽ-ലൈലത സലാസത അജ്സാ, രാത്രിയെ 3 ആക്കി ഭാഗിച്ചു. രാത്രിയിലെ 1-ാമത്തെ ഭാഗം കിതാബ് ഓതിക്കൊടുക്കാനും മസ്അലകൾ കണ്ടെത്താനും ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കാനും നീക്കിച്ചു വെച്ചപ്പോ 2-ാമത്തെ ഭാഗം പ്രധാനമായി ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കും. 3-ാമത്തെ ഭാഗം ലിത്തഹജ്ജുദി വല്ലിസ്തിഗ്ഫാരി വത്തളറുഇ ഇലല്ലാഹി തആല, തഹജ്ജുദ് നിസ്കാരത്തിനും പ്രാർത്ഥന നിർവഹിക്കുന്നതിനും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിനും നീക്കിവെച്ചു. അപ്പൊ രാത്രിയിലെ 3 ഭാഗവും അവരങ്ങനെ ഉപയോഗിച്ചതും യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന് പറഞ്ഞ ആയത്തിന്റെ താല്പര്യത്തിൽ പെടും. മുഴുവനായും നിസ്കരിക്കുക എന്നതാണ് നേർക്ക് നേരെ ആയത്തിൽ നിന്ന് കിട്ടുന്ന ആശയമെങ്കിലും രാത്രി തുടക്കം മുതൽ ഒടുക്കം വരെ രാപ്പാർക്കുക അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞതെങ്കിലും മഹാന്മാര് പറഞ്ഞു അതിനൊന്നും ഒരുക്കമില്ലെങ്കിലും ചെറിയ ഒരു പങ്കെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനാണ് നമ്മൾ അവസാനമായി ഇന്നലെ പറഞ്ഞു വെച്ചത് സുബ്ഹിയുടെ തൊട്ടു മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം. അത് കഴിഞ്ഞ് ഏറെ സമയമില്ല, അപ്പോഴേക്ക് സുബ്ഹി വാങ്ങുന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനായി. ഫലറക്അതാനി മിനസ്സലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബലാ ഫസ്തക്സിറന്ന മിനൽ കുനൂസി ലിഫഖത്തിൻ തഅതി അലൈക വലാ നസീബ വലാ. രാത്രിയിലെ ഒരു 2 റക്അത്ത് നിസ്കാരം അഥവാ തഹജ്ജുദ് കൻസും ബിദാരിൽ ഖുൽദി, ശാശ്വതമായി താമസിക്കാനുള്ള വീട്ടിലെ ഒരു നിധിയാണ്. സഹോദരങ്ങളെ, ഇവിടെ നിധി കിട്ടിയാൽ നമ്മളെല്ലാവരും സ്വീകരിക്കും. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയോനെ കാണാൻ വേണ്ടി നമ്മൾ ഓടിപ്പോകും. കാണാനോ നിധി എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ. ആഖിറത്തിലേക്കുള്ള വലിയൊരു നിധിയാണ് രാത്രിയിലെ 2 റക്അത്താണെങ്കിലും 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം. അതിന് എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്ക് വേണം. തഹജ്ജുദിന് സഹായകമാകുന്ന കാര്യങ്ങളും അത് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളും ഇന്നലെ നാം വിശദീകരിച്ചു. ഇന്ന് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒരു 2 റക്അത്ത് നിസ്കാരമെങ്കിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് എന്നെന്നും നിലനിൽക്കുന്ന പാരത്രിക ലോകത്തുള്ള വലിയൊരു നിധിയാണ്. ഫസ്തക്സിറന്ന മിനൽ കുനൂസി ലിഫഖത്തിൻ തഅതി അലൈക വലാ നസീബ വലാ.
കുടുംബങ്ങൾ സഹായത്തിന് വരാത്ത, കൂട്ടുകാരും സഹായത്തിന് വരാത്ത ആ പാരത്രിക ലോകത്ത് ഇത്തരത്തിലുള്ള നിധികൾ നീ അധികരിച്ച് ശേഖരിച്ചു വെക്കണം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളോട് പറയട്ടെ, അല്ലാഹു തആല രാത്രി മുഴുവനായും അങ്ങനെ നിസ്കരിക്കണം എന്ന ഒരു അടയാളം പറഞ്ഞപ്പോ മഹാരഥന്മാരതിന്റെ പിന്നാലെ തപസ്സിരുന്ന് 40 കൊല്ലം അങ്ങനെ കഴിച്ചു കൂട്ടിയവരുണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ ഖുഫി റളിയല്ലാഹു തആല എത്ര വലിയ മഹാനാണ്. 4 ഇമാമുകളിൽ ഏറ്റവും വലിയ വലുപ്പമുള്ള മഹാൻ, ഇൽമിൽ ഏറ്റവും വലിയ ഉയർച്ചയും ഭാഗ്യവും ലഭിച്ച മഹാൻ. ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? ഖൈറുൽ ഖുറൂനി ഖർനീ, ഏറ്റവും നല്ല നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ്. ആ നൂറ്റാണ്ടിൽ ജനിക്കാനും സ്വഹാബത്തിനെ കാണാനും ഇമാമുകളിൽ ഭാഗ്യം സിദ്ധിച്ച വലിയൊരു മഹാൻ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 1-ാം നൂറ്റാണ്ടിലല്ല ജനിക്കുന്നത്, 2-ാം നൂറ്റാണ്ടിലാണ്. ഹിജ്റ 150-ലാണ് ഷാഫി ഇമാം തങ്ങളുടെ ജനനം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് 2-ാം നൂറ്റാണ്ടിലാണ്. അതേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് 2-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷമാണ്. 1-ാമത്തെ നൂറ്റാണ്ട് ഏറ്റവും നല്ല നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റ മുതൽക്കാണല്ലോ കാലം കൂട്ടി വരുന്നത്. അപ്പോ 1-ാമത്തെ നൂറ്റാണ്ടിൽ ജനിക്കാൻ വലിയ ഭാഗ്യം കിട്ടിയ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു 40 കൊല്ലക്കാലം ഇശാ നിസ്കരിച്ച അതേ വുദൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ചു. സുബ്ഹിക്ക് ശേഷം പിന്നെ ഉച്ചവരെ ഇല്ല. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാകും. പക്ഷെ നമ്മളെ കയ്യിൽ ഈ മൂല്യന്മാർക്ക് ഉസ്താദ്മാർക്ക് ഇതൊക്കെ നിസ്കരിക്കാം. കാരണം ഓർക്ക് സുബ്ഹിക്കാർക്ക് ഞാൻ ഉറങ്ങാലോ. ആര് പറഞ്ഞു ഉറങ്ങാം? ആര് പറഞ്ഞു സഹോദരങ്ങളെ ഉറങ്ങാം? ആയിരക്കണക്കിന് മുത്തഅല്ലിമുകൾക്ക് സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തി കൊടുക്കുന്ന വന്യരായ ശൈഖുനാ ഉസ്താദ് അവർ ഇന്ന് ഖത്തുൽ ബുഖാരി നടന്ന ദിവസമാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. വന്യരായ ഉസ്താദ് പേരോട് ഉസ്താദ് അവർ സംബന്ധിച്ച് ഉച്ചക്ക് മുമ്പുള്ള സെഷനിൽ ദീനീ ദഅവയുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രഭാഷണം നടത്തി. വേറെ ഒരുപാട് പരിപാടികൾ സംബന്ധിച്ചിട്ടാണ് ഉസ്താദ് ഇങ്ങോട്ട് ആ ദർസ് സുബഹിക്കുള്ള ആ ദർസ് നടത്താതെ ഉസ്താദ് യാത്രക്ക് കഴിഞ്ഞ് ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു 1-2 മണിക്കൂർ അവിടെ കിടന്നുറങ്ങി ആരെങ്കിലും കേസ് പറയും. ആരും ചോദ്യം ചെയ്യും. ആര് ചോദ്യം ചെയ്യാനാ? 4 മണിക്കെത്തിയാലും ഒന്ന് കുളിച്ച് വസ്ത്രം മാറ്റി ഉസ്താദ് തസ്ബീഹും മാലയും വിളിച്ച് സുബ്ഹിന്റെ ജമാഅത്ത്. നമ്മളിത് കേൾക്കുന്നേ ഉള്ളൂ, കാണണം. ഞങ്ങൾ അനുഭവസ്ഥരാണ്. ഞങ്ങളത് കൂടുതൽ ബോധ്യമുള്ളവരാണ്, അനുഭവസ്ഥരാണ്, കണ്ടു ശീലിച്ചവർ. 3 മണി 3:30 മണിക്ക് 2:30 മണിക്കൂർ ഉസ്താദ് വാഹനത്തിൽ. അപ്പൊ ചില ആൾക്കാർ പറയും വാഹനത്തിൽ നിന്ന് ഉറങ്ങുന്നില്ലേ? പോയി ഉറങ്ങിയാൽ നമുക്കറിയാം ഹാൽ എങ്ങനെയാണ്. പരിപാടിക്ക് പോയുള്ള ശരി നമുക്കറിയാലോ എങ്ങനെയല്ലേ ഹാല്. മനുഷ്യന് കാല് ശരിക്കും നിവർത്തി കിടക്കാൻ, അപ്പുറത്തും ഇപ്പുറത്തും ശരിക്കും ചെറിഞ്ഞു കിടക്കാൻ സാധാരണ പായലും കട്ടിലും കിടക്കും പോലെ ആകൂല. എന്നാൽ ഈ കിടത്തം എന്ന് പറയുന്ന ആ ഉറക്കം എന്ന് പറയുന്നത് എപ്പോഴാ? അതൊന്ന് പരിപാടി കഴിയുമ്പോഴേക്കും നാനാഭാഗത്തുനിന്നും ആളുകൾ വിളിച്ചു അവർക്ക് ഉത്തരം പറയണ്ടേ. അങ്ങനെ കൂട്ടി നോക്കുമ്പോ ഉറങ്ങാൻ നേരം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ബെല്ലടിച്ച് നീണ്ട ബെല്ല് വന്നു. ഉറപ്പായി ബുഖാരി ഉണ്ട്. കുട്ടികളൊക്കെ കിതാബ് എടുത്തതിന് മുമ്പ് തന്നെ സഫായിരുന്നു. ആയിരക്കണക്കിന് വരുന്ന വലിയ നീണ്ട നിരക്ക് സുബ്ഹിന്റെ ശേഷം സഹീഹുൽ ബുഖാരി നമ്മളൊക്കെ ഒഴിവ് കിട്ടുമ്പോ എപ്പോഴെങ്കിലും ആ ഹദറത്തിലൊന്ന് പോയി. സഹീഹുൽ ബുഖാരിയാണ് ദർസ് നടത്തുന്നത്. ലോക പ്രശസ്ത ഹദീസ് ഗ്രന്ഥം. ലോകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അസ്ഹഹായ കിതാബ് സഹീഹുൽ ബുഖാരിയാണ്. അത് സുബ്ഹിന്റെ ശേഷം ഇത്രയും വരുന്ന വലിയ ഒരു മുതഅല്ലിം വിഭാഗത്തിന് വലിയ ഉസ്താദുമാർക്ക് ദർസ് നടത്തുന്നത് നമ്മുടെ കേരളത്തിലല്ല, പുറത്തും ഇത്ര അധികം ഇല്ല. പഴയകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആലിമീങ്ങൾ ബിരുദെടുക്കാൻ പോയ കോളേജ് അല്ലേ? അവിടെ ഉണ്ടോ ഇല്ല. നമ്മുടെ ഒരു കൂട്ടുകാരപ്പുകാരെ പഠിക്കുന്നു. ഞാൻ ചോദിച്ചുണ്ടോ എത്ര ഉണ്ട്? ഒരു 150 170
നേറിപ്പോയാൽ രണ്ട് ക്ലാസ് കൂടി അവലും സാനും കൂടി ഒരുമിച്ചാണെങ്കിൽ രണ്ടും കൂടി കൂട്ടുമ്പോ ഒരു 250. എത്ര പേരുണ്ട് ഇവിടെ? അവർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ താഴെ വന്നിട്ട് പിന്നെ ഉറങ്ങാൻ നേരം. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തഫ്സീറിന്റെ ക്ലാസ് ആണ്. തഫ്സീറാണ് ക്ലാസ് 1.5 മണിക്കൂർ. അത് കഴിയുമ്പോഴേക്ക് 100-150 ആളുകൾ താഴെ വന്നുപോയി വിവിധ ഉദ്ദേശങ്ങളുമായി. അപ്പോഴേക്ക് ഉസ്താദ് ദുഹാ നിസ്കാരം കഴിഞ്ഞ് ചെറിയൊരു നാസ്ത കഴിച്ച് പിന്നെ അടുത്ത വാങ്ങലിലേക്ക് പോകാനായി, മരിച്ചു പോകാനായി, ആളുകളെ രോഗം കാണാൻ പോകാനായി, വ്യത്യസ്ത പരിപാടി. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ ദീനീ ഖിദ്മത്താണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. പ്രാർത്ഥനകളിൽ നമ്മൾ എപ്പോഴും സദാ പ്രാർത്ഥിക്കണം. ഇപ്പോൾ മാത്രമല്ല, നിസ്കാരത്തിന് ശേഷം. അങ്ങനെ പഴയകാലത്ത് ഉസ്താദുമാരെങ്ങനെ ഇൽമും ഹിക്മത്തും മനസ്സിലാക്കി എല്ലാ സമയത്തും വലിയ വലിയ മഹാന്മാർക്ക് വേണ്ടി ഒറ്റ നിസ്കാര ശേഷവും ദുആ വിടാതെ ആയിമാക്കി നടന്ന എത്ര ആലിമീങ്ങൾ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവർകൾ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഉസ്താദാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നമ്മൾ എണ്ണി നോക്കിയാൽ ധാരാളം മഹത്തുക്കളെ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നമ്മൾ 8 മണി, 8:30 മണി, 9 മണി ഇനി ഒന്നുമില്ലെങ്കിൽ അല്ലാ ആയോ ഇല്ലേ എന്നുള്ള സംശയത്തിൽ അങ്ങ് 7 മണിക്ക് എഴുന്നേറ്റ് പോകാൻ പാടില്ല. നമുക്ക് അല്ലാഹു തആല തന്ന ഭവനവും നമുക്ക് അല്ലാഹു തന്ന സൗകര്യവും ഒക്കെ നമുക്ക് ഓർമ്മ വേണം. ഇതൊന്നും ശാശ്വതമല്ല. വീട് നല്ലതിന് വരാനേ ഉള്ളൂ. ഇപ്പോഴുള്ളത് താൽക്കാലികമാണ്. എത്ര ഭദ്രമാക്കിയാലും സ്വർഗ്ഗ പിടിപ്പിച്ചാലും താൽക്കാലികമാണ്. ഈ ജില്ലയിൽ തന്നെ ഏറ്റവും സൗകര്യമുള്ള വീട് എന്റെ വീടാണെന്ന് ഒരാൾ പറഞ്ഞാലും അത് താൽക്കാലിക ഭവനം തന്നെയാണ്. യഥാർത്ഥ വീട്ടിലെത്തുമ്പോ അവിടെ താമസിക്കാനുള്ള നല്ലൊരു യോഗ്യത, അതിന് നമ്മളെ കയ്യിൽ നല്ലൊരു സമ്പത്ത്, അതാണല്ലോ ഈ പറഞ്ഞത്. വലിയ ഒരു നിധിശേഖരം, ചെറിയ ഒരു വകുപ്പിലെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അത് നിലനിർത്തുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. 4ാമത്തെ അടയാളം എന്താണെന്നറിയോ? അല്ലാഹു പൊരുത്തപ്പെട്ട അടിമകൾക്കുള്ള അടയാളം. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ഈ നല്ല സ്വഭാവങ്ങൾ വെച്ചു പുലർത്തുന്നതോടൊപ്പം രാത്രി തഹജ്ജുദ് നിസ്കാരം അടക്കമുള്ള നിസ്കാരം നിസ്കരിക്കുന്നതോടൊപ്പം അവര് പാരത്രിക ലോകത്ത് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. പരലോകത്തെ ഏറ്റവും മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ദൃഷ്ടാന്തമേതാണ്? അതാണ് ജഹന്നം. അതിനേക്കാൾ വലിയ ദൃഷ്ടാന്തമില്ലേ? ഇല്ല. കാരണം 70,000 മലക്കുകൾ, 70,000 മലക്കുകൾ ഒരു കടിഞ്ഞാന്റെ പിന്നാലെ നിന്ന് 70,000 കടിഞ്ഞാണ് വലിച്ചിട്ടാ നരകത്തെ കൊണ്ടുവരുന്നത്. അർശിന്റെ ഇടത്തെ ഭാഗത്ത് പിടിച്ചുകെട്ടാൻ. സഹോദരങ്ങളെ, ലോകത്ത് ഒരു മനുഷ്യനല്ലാതെ, ഒരു മഹാനേതാവല്ലാതെ ബാക്കി എല്ലാ അമ്പിയാക്കളും മുർസലുകളും എല്ലാ ആണും പെണ്ണും മുട്ടുകെട്ടിയിരുന്നു പോയി. നരകത്തെ ദൂരത്തുനിന്ന് കടിഞ്ഞാൺ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. ഒരു കടിഞ്ഞാണിന്റെ പിന്നാലെ 70,000 മലക്കുകൾ. എത്ര കടിഞ്ഞാണുണ്ട്? 70,000 കടിഞ്ഞാണുണ്ട്. ആ നരകത്തെ അന്നാണോ സൃഷ്ടിക്കുന്നത്? അല്ല, നരകത്തെ നേരത്തെ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ നരകത്തിൽ നിന്നുള്ള തീയിന്റെ ചെറിയൊരു അംശമാണ് ഭൂമി ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഉഷ്ണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നരകത്തെ വലിച്ചു കൊണ്ടുവന്ന് കെട്ടുവാൻ ഒരുങ്ങുന്ന നേരത്ത് നരകത്തിന്റെ ഇരമ്പൽ കേട്ട് എല്ലാ നബിമാരും മുട്ടുകെട്ടിയിരുന്നു പോയി. നമ്മുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെ അന്ന് ആർജവത്വത്തോടെ നിൽക്കുന്ന ഒരേ ഒരാൾ അല്ലാഹുവിന്റെ ഹബീബ് മാത്രമേ ഉള്ളൂ. അവിടുത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ.
എല്ലാ നബിമാരും മുട്ടുകെട്ടിയിരുന്നു പോയി. ആദം നബി അലൈഹിസ്സലാം മുട്ടുകെട്ടിയിരുന്നു പോയി. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മുട്ടുകെട്ടിയിരുന്നു പോയി. ഇങ്ങേ തലേവരെയുള്ള മുഴുവൻ ആലിമീങ്ങളും മുഴുവൻ സാദാത്തുക്കളും മുഴുവൻ ശുഹദാക്കളും മുഴുവൻ അല്ലാത്തവരും മുട്ടുകെട്ടിയിരുന്നു പോയി. നരകത്തെ കൊണ്ടുവരുന്ന രംഗം അപ്പോഴേക്ക് പേടിയായെങ്കിൽ ആ നരകത്തിനെ കത്തിയാളുന്ന ശിക്ഷയുടെ ഗതി എന്താണ്? അതാലോചിച്ചുകൊണ്ട് വിശ്വാസി പറയും, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. എന്താണ് അല്ലാഹു സ്വീകരിച്ച അടിമകൾ പറയുന്നത്? റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, ഇസ്രിഫ് അന്നാ, ഞങ്ങളെ തൊട്ട് നീ തിരിച്ചു കളയണം, അദാബ ജഹന്നം, ജഹന്നമിലെ ശിക്ഷ. തിരിച്ചു കളയണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ജഹന്നമിൽ ഞങ്ങളെ നീ കടത്തരുത്, ജഹന്നം തൊടാതെ സ്വർഗത്തിലെത്തണം. അതാണ് വലിയ വിജയം. പരീക്ഷ എഴുതിയിട്ട് വിജയിക്കുന്നത് ഒരു ഒന്നാമത്തെ പരീക്ഷയിൽ തന്നെ നല്ല മാർക്ക് കിട്ടി ജയിക്കുമ്പോഴാണ് ശരിയായ വിജയം. നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്നതാണല്ലോ വലിയ ഭാഗ്യം. നമ്മളൊക്കെ തൽക്കീൻ ചൊല്ലി കൊടുക്കുന്നത് കേട്ടത്. ആ തൽക്കീന്റെ ആദ്യത്തിൽ ഒരായത്ത് ഞാൻ തുടങ്ങിയാൽ ബാക്കി നിങ്ങൾ ഓതും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാ ജയിച്ചവൻ? ഫമൻ സുഹ്സിഹ അനിൻ നാരി, നരകത്തെ തൊട്ട് അകറ്റി നിർത്തപ്പെട്ടു, നരകത്തെ തൊട്ടിട്ടില്ല, നരകത്തിൽ കാല് വീണിട്ടില്ല, നരകത്തിന്റെ തീപ്പൊരി പാറിയിട്ടില്ല. കൊട്ടാരം വലുപ്പത്തിലുള്ള തീപ്പൊരികളാണ് നരകത്തിന്റെ തീപ്പൊരി. നരകത്തിന്റെ തീപ്പൊരികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നഹാ തർമീ ബിശററിൻ കൽഖസുർ കന്നഹു ജിമാലത്തുൻ സുഫുർ. നരകം തുപ്പിക്കൊണ്ടിരിക്കുന്നത് തീപ്പൊരികള്, കട്ടകളല്ല, തീപ്പൊരി. കൊട്ടാര സമാനമായ തീപ്പൊരികളാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടു, അതിൽ വീണില്ല. എന്നിട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ, വിജയിച്ചു. ഫഖദ് ഫാസ, ജയിച്ചു, A+ കിട്ടി. അതാണ് ശരിക്കും എല്ലാ വിഷയത്തിലും ഒരു വിഷയത്തിൽ. ഇനി എന്താ ചെയ്യാ? അത് അടുത്ത പരീക്ഷ ഇത് ശരിയോ? ആ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ തിരിയിലെ മറ്റൊരു സർട്ടിഫിക്കറ്റും കൂടി കൂടെ വെക്കണ്ടേ? അപ്പൊ രണ്ടാം വിജയല്ലേ ആകുന്നു. ശരിക്കുള്ള വിജയത ഒറ്റ സർട്ടിഫിക്കറ്റിൽ തന്നെ എല്ലാ വിഷയങ്ങൾക്കും മാർക്ക് പൂർണ്ണമായ. നരകം തൊട്ടിട്ട് സ്വർഗത്തിൽ പോവുക, അതല്ല വിജയം. അതാണ് വിജയമെങ്കിൽ ആ നരകത്തിൽ കടന്നിട്ട് സ്വർഗത്തിൽ വരുന്ന ആൾക്കാരൊക്കെ സ്വർഗക്കാരെന്താ വിളിക്കുന്നത്? ജഹന്നമി, ജഹന്നമി എന്നാ വിളിക്കുന്നത്. ജഹന്നമി, ജഹന്നമി. അവിടെ കച്ചറൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പേര് വിളിക്കുന്നതുകൊണ്ട് തിരിച്ച് ഇടങ്ങേറും അടിയും കുലുമാലൊന്നും ഉണ്ടാകൂല. പക്ഷെ നിങ്ങൾ നോക്കൂ, ആ പേരിന്റെ സത്യത്തിൽ ഒരു സ്ഥാനക്കുറവല്ലേ? ജഹന്നമിൽ കടന്നു പോരുന്ന ആൾക്ക് വല്ല അടയാളങ്ങൾ ശരീരത്തിലുണ്ടോ? ഇല്ല. കരിക്കട്ട പോലെ കറുപ്പ് ബാധിച്ച മനുഷ്യൻ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആ മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിൽ കിടത്തുന്നതിന്റെ മുമ്പ് മാഉൽ ഹയാത്ത് എന്ന് പറയുന്ന വെള്ളത്തിലിട്ടൊന്ന് മുക്കുമ്പോഴേ ആ കരിയും ആ ശരീരത്തിന്റെ എല്ലാ ദുർഗന്ധവും മാറി ഒരു മുത്തുപോലെ ആ ശരീരം തിളക്കമാകുന്നുണ്ട്. എന്നാലും സ്വർഗത്തിൽ നേരത്തെ കടന്നവർക്കറിയാം ഇവര് നരകം ടച്ച് ചെയ്തിട്ടാണ് പോരുന്നത്. ഇങ്ങനെ പോകുമ്പോ പോലീസ് ചെക്കപ്പിൽ കുടുങ്ങിയ ആള് കുടുങ്ങാത്ത ആള് വ്യത്യാസല്ലേ? ഒരു വഴിക്ക് പോകുമ്പോ പോലീസ് കൈകാട്ടി പൈസ വാങ്ങിയ ആളും വാങ്ങാത്ത ആളും രണ്ടും വ്യത്യാസമായി. വാങ്ങാത്ത ആളെ ആൾ നല്ല ദമ്മില് വണ്ടിയിൽ അയാൾക്ക് നല്ല ഉഷാറായി.
വാങ്ങിയ പതുക്കെ ഇങ്ങനെ പോകും. കാരണം കൊടുത്തിനെ കുറ്റി അത് ചിന്ത ഉണ്ടാകും. ഇനി വരുന്നോ കൊടുക്കുന്ന ആൾക്കാർ രക്ഷപ്പെടുത്താൻ നോക്കും. അതിന്റെ സ്പീഡിലേക്ക് പോകും. ഇതേ അർത്ഥത്തിൽ ജഹന്നമിൽ കിടന്നിട്ട് അവിടെ എത്തുമ്പോ അതിന് മാറ്റം. അപ്പൊ ശരിക്കുള്ള വിജയം ഏതാ? നരകത്തിൽ നിന്ന് അകന്നു, തൊട്ടിട്ടില്ല, നരകം തൊടാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. അള്ളാഹു നമ്മൾ അതിൽ പെടുത്തി തരട്ടെ, അള്ളാഹു നമ്മൾ അതിൽ ചേർത്തി തരട്ടെ. അതുകൊണ്ടാണ് ഹദീസിൽ പല സ്വഹാബിമാരും വന്ന് ചോദിച്ചപ്പോ അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്നത വയുബാഇദുനി അനിൻ നാർ, നരകത്തിൽ തൊടാതെ സ്വർഗത്തിലെത്തുന്ന വല്ല അമലും എനിക്കറിയിച്ചു തരൂ നബിയേ. ഒരു സഹാബി വന്നങ്ങനെ ചോദിച്ചപ്പോ നബി തങ്ങൾ ധാരാളം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ ഫദഇന്നാസ മിനശ്ശർരി ഫഇന്നഹാ സദഖാ. ആർക്കും ഇടങ്ങേറ് ചെയ്യണ്ട, ഗുണം ചെയ്യാറൊന്നും ആർക്കല്ലെങ്കിൽ ആർക്കും ഒരു ഇടങ്ങേറ് ചെയ്യണ്ട. എന്നാ തന്നെ വലിയ ധർമ്മമാണ്. നിങ്ങളെ കൊണ്ട് സ്വന്തം കൊടുക്കാനും കഴിയുന്നില്ല, സക്കാത്ത് ഒന്നിനും ശേഷിയില്ല, വളരെ പാവപ്പെട്ട ആളാണ്, നോമ്പുൽക്കാനും വലിയ ഹജ്ജ് ചെയ്യാനും വലിയ ഒന്നിനും കഴിയില്ല. ഈ ഇടങ്ങേറില്ലാതെ അപ്പൊ അതും അങ്ങനെ ഒരാൾ ജീവിക്കുന്നതും നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്ന വലിയ പ്രവർത്തനമാണ്. അതിനാൾക്കാർക്ക് കഴിയും. അതൊരു കഴിവന്നല്ലേ നിങ്ങൾ നോക്കണം. അതാണ് സാധാരണ ആൾക്കാർ പറഞ്ഞത്. ഓണല്ലെങ്കിലും ഇടങ്ങേറ് ചെയ്യാനാ മതി എന്ന് പറഞ്ഞല്ലോ. മൊത്തത്തിൽ അത് വലിയൊരു അമല. സഹോദരങ്ങളെ, അപ്പൊ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം, നരകത്തിൽ നിന്ന് മോചനം. അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ആ നരകത്തിൽ കിടക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൂടാ. വലിയ മഹാന്മാരല്ലേ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. നമ്മളും ദുആ ചെയ്യണം നിസ്കാര ശേഷവും മറ്റുമൊക്കെ. റബ്ബേ സ്രിഫ് അന്നാ. കുറച്ച് മുന്നോട്ടും ഇരുന്നാല് ബാക്കിലോട്ട് കസേര ഇടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ. ആ നടുവിൽ അങ്ങനെ ഒരു വഴി വേണമെന്നില്ല, അത് ഫില്ലാക്കിയാൽ മതി. വഴി അതിലുണ്ടല്ലോ അല്ലേ? ആ വഴി അതിലുണ്ട്. നടുവിൽ ചേർന്നിരിക്കാന്നല്ലേ, കുഴപ്പമൊന്നും. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ഞങ്ങളുടെ നാദാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, ഞങ്ങളെ തൊട്ട് നീ തിരിച്ചു കളയണം അദാബ ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷ. എന്താണ് ആ ജഹന്നമിന്റെ ശിക്ഷയുടെ കടുപ്പം? ഇന്ന അദാബഹാ കാന ഗറാമാ, ആ നരകത്തിന്റെ ശിക്ഷ കാന ഗറാമാ, അത് നിലനിൽക്കുന്നതാണ്, ഒരിക്കലും മാറ്റമില്ലാതെ അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നതാണ്. നരകത്തിലെ തീന്റെ ചൂട് കുറയുമോ? കുറയുകയില്ല. അല്ലാഹു തആല കത്തിച്ച് 3000 കൊല്ലം കത്തിച്ച നരകമാണിപ്പോഴുള്ളത്. നരകത്തെ 1000 കൊല്ലം അല്ലാഹു കത്തിച്ചപ്പോൾ ആ നരകം ചുവന്നു തുടുത്തു. പിന്നെയും 1000 കൊല്ലം ആ നരകത്തെ കത്തിച്ചു. അപ്പോൾ അത് കൊടുത്തുപോയി. വീണ്ടും 1000 കൊല്ലം കത്തിച്ചപ്പോ അത് കറുത്തുപോയി. സാധാരണ നമ്മള് തീക്കട്ട കണ്ടാല്, കെട്ടുപോയത് കണ്ടാല് തീ ഇല്ല നമുക്ക് തോന്നുന്നു. നരകം നേരം മറിച്ച ഇന്ന് കറുകറുത്ത നരകമാണ്, പക്ഷേ പൊള്ളുന്ന തീയാണ്. ദുനിയാവിലെ തീകളോടൊന്നും അതിന് സമാനപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഇന്ന അദാബഹാ കാന ഗറാമാ, നരകത്തിന്റെ ശിക്ഷ അത് ദായിമാകുന്നതാണ്, നിലനിൽക്കുന്നതാണ്, വിട്ടുമാറുകയില്ല. ഇന്നഹാ സാത്ത് മുസ്തഖറം വ മുഖാമാ, ആ നരകം ദുഷിച്ചിരിക്കുന്നു. മുസ്തഖറൻ, കേന്ദ്രം, ഏതെങ്കിലും താമസിക്കാൻ പറ്റുന്ന കേന്ദ്രമുണ്ടെങ്കിൽ അതിലേറ്റവും ദുഷിച്ച കേന്ദ്രം നരകമാണ്. വ മുഖാമാ, സ്ഥിരതാമസത്തിനും ഏറ്റവും ദുഷിച്ച ഇടം നരകമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിനെ തൊട്ടാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കാവൽ ചോദിക്കുന്നത്. മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷവും അത്തഹിയ്യാത്തിൽ എങ്ങനെ
എങ്ങനെയാണോ നീ കാല് വെക്കേണ്ടത് അങ്ങനെ തന്നെ കാല് വെച്ച് അതിന്റെ വിരലൊന്നും മാറ്റാതെ ഖിബിലക്ക് മുന്നിട്ടിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 10 പ്രാവശ്യം ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ അജിർനി മിനൻ നാർ 7 പ്രാവശ്യം ചൊല്ലുന്നു. സുബ്ഹി നിസ്കാര ശേഷവും മഗ്രിബ് നിസ്കാര ശേഷവും നമ്മളത് വിട്ടുകൂടാ. ആ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്. സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് വലതുഭാഗത്തിന്റെ മേൽ കിടക്കണം, ഉറങ്ങാനല്ല. ആ കിടക്കത്തിൽ ഒരു ദിക്ർ ചൊല്ലാനുണ്ട്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാല വ ഇസ്രാഫീല വ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അഊദു ബിക മിനൻ നാർ. അവൾ ചോദിക്കുന്നത് നരകമാണ്. എല്ലാ സംഗതികളും നരകം ഒരു വലിയ വിഷയമാണ്, ചെറുതല്ല. നിങ്ങൾ നോക്കി ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ഇബ്നു കസീർ കൊണ്ടുവന്ന ഒരു ഹദീസ് കാണാം. ഇദാ തുരിഹർ റജുലു ഫിന്നാർ, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ ഹവാ ഫീഹാ, അവൻ അതിൽ ഇങ്ങനെ താഴ്ന്നു പോകുന്നു. ഫഇദൻ തഹാ ഇലാ ബഅദി അബ്വാബിഹാ, നരകത്തിന്റെ ഏതെങ്കിലും ഒരു ഗേറ്റിലേക്ക് അവൻ എത്തിയാൽ, നരകത്തിന് എത്ര ഗേറ്റ് ഉണ്ട്? ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. നരകത്തിന് 7 ബാബുകളുണ്ട്. ഏതെങ്കിലും ഒരു ബാബിലേക്ക് ഇവൻ എത്തിയാൽ അവനോട് പറയപ്പെടും മക്കാനക, നിൽക്കവിടെ, അവിടെ നിൽക്കൂ എന്ന് പറയപ്പെടും. അങ്ങനെ അവനെ ഒന്നാകെ അങ്ങ് ആവരണം ചെയ്യുന്നു, പൊതിഞ്ഞു വലിയുന്നു അവന്റെ ശരീരത്തെ. അവന്റെ ശരീരത്തെ പൊതിഞ്ഞു നിർത്തിയ ശേഷം അവന് കുടിപ്പിക്കപ്പെടുന്നു വിഷജലമാണ് കുടിപ്പിക്കുന്നത്. ഏതെല്ലാം വിഷമെന്നറിയോ? പാമ്പിന്റെ വിഷം, തേളിന്റെ വിഷം. ഇത് ശരിക്ക് രൂപപ്പെടുത്തിയ വെള്ളമാണ് അവന് കുടിക്കാൻ കൊടുക്കുന്നത്. പടച്ചറബേത് കുടിക്കുമ്പോഴേക്ക് അവന്റെ തൊലിയതാ വേറിട്ടു പോകുന്നു. അലാഹിദത്തിന് ഒരു ഭാഗത്തിലേക്ക്, ബഷീറു അലാഹിദത്തിന് മുടിയൊരു ഭാഗത്തിലേക്ക് വേറിട്ടു പോകുന്നു. അവന്റെ ശരീരത്തിന്റെ ഞരമ്പ് ഒരു ഭാഗത്തിലേക്ക് പോകുന്നു. കാലിന്റെ ഓരോ ഭാഗത്തുമുള്ള മാംസപേശികൾ വീണുപോകുന്നു. കുടിക്കാൻ കൊടുത്ത വെള്ളത്തിന്റെ കടുപ്പം നോക്ക്. ചെറിയ ചൂടല്ലല്ലോ ആ നരകത്തിലെ വെള്ളത്തിനുള്ളത്. ഹമീം എന്ന് പറയുന്നത് കടുത്ത ചൂടുള്ള ചീഞ്ചലം. അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ, ഇദാ സുഖൂ മാൻ ഹമീമാ, കടുത്ത ചൂടുള്ള ചീഞ്ചലം കുടിപ്പിക്കപ്പെട്ടാൽ കുടിക്കോ? ആ ജലം കുടിക്കും, ദാഹത്തിന്റെ കടുപ്പം കൊണ്ട്. അവരുടെ കുടൽമാലകളെ കഷ്ണം കഷ്ണമാക്കി മാറ്റും ആ വെള്ളം. അത്രയും കടുത്ത ചൂടാണ് നരകത്തിലെ വെള്ളത്തിനുള്ളത്. നരകത്തിലെ കാറ്റിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയല്ലേ. അള്ളാഹു പഠിപ്പിച്ചില്ലേ, നരകത്തിലെ കാറ്റ് സമൂമാണ്. സമൂം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, മറ്റു മഹാന്മാർ വിശദീകരിച്ചു. സൂചിപ്പഴുതിലൂടെ തുളച്ചു കയറുന്ന കാറ്റ്. സൂചിപ്പഴുതി എന്ന് പറഞ്ഞാൽ സൂചിന്റെ ബാക്കിൽ ഒരു ചെറിയ ഓട്ടമുണ്ട്, നൂലിടാൻ പറ്റിയ അതല്ല. സൂചി കൊണ്ട് കുത്തിയാൽ വരുന്ന ഒരു ഓട്ടുണ്ട്, അതാണ് സൂചിപ്പഴുതി. അതിലൂടെ അപ്പൊ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് കിടക്കാതിരിക്കാതിരിക്കാതെ തൊലിയിലേക്ക് സൂചിപ്പഴുതിന്റെ ഒരു വകുപ്പാണ് അതിനെ ചെറിഞ്ഞ് വേറെ പറയാനില്ല. അത്രയും തൊലിയിലേക്ക് അടിച്ചു കയറും നരകത്തിന്റെ സമൂഹം ചുടുകാറ്റ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട്, ഈ മഹത്തായ മജ്ലിസിന്റെ ഇവിടെ ഒരുമിച്ച് മുഅ്മിനീങ്ങളുടെ മലക്കുകളുടെ എല്ലാ മഹത്വമുള്ളവരുടെയും ഹഖ് കൊണ്ട് നരകത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉസ്താദുമാർ, ശിഷ്യന്മാർ, സാദാത്തുക്കൾ, സഹപാഠികൾ എല്ലാവരെയും അല്ലാഹു കാക്കട്ടെ. ഏറ്റവും ഗൗരവമുള്ള ഒരു സംഗതിയാണ് പേടിയോ പ്രതീക്ഷയോ നമുക്ക് കൂടുതൽ വേണ്ടത്. നരകം ഇപ്പുറത്ത് പറയും. നമ്മളെ വിശ്വാസപ്രകാരം നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സ്വർഗം ഉണ്ടല്ലോ അപ്പുറം. മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം, ആഖിറത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തെ പറ്റി കേൾക്കും, നല്ല സന്തോഷം. നരകത്തെ പറ്റിയും പ്രതീക്ഷയും അവനുണ്ടാകും, പ്രത്യാശയും ഉണ്ടാകും. ഏതാ കൂടുതൽ വേണ്ടത്?
മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രതീക്ഷയല്ലേ വേണ്ടത്, പ്രത്യാശയാണ്. വെറുതെ പറഞ്ഞല്ല, അവന് ആശങ്കയാണ് കൂടുതൽ വേണ്ടത്. ഉസ്താദെ പറഞ്ഞ് മനുഷ്യനാകെ പേടിപ്പിക്കുക അല്ല. മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഞാൻ എടുത്തു പറയാണ്, എനിക്കും ബാധകമാണ്, നമുക്കൊക്കെ ബാധകമാണ്. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. എന്നിട്ട് മഹാൻ പറഞ്ഞു, എങ്ങനെ പ്രതീക്ഷ വരും? കാരണം സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ, സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നരകം കാണാതെ എത്തുകയില്ലല്ലോ. നരകത്തിന്റെ മുകളിലല്ലേ സ്വർഗത്തിലേക്ക് പാതയൊരുക്കിയിരിക്കുന്നത്. അല്ലാഹു പറഞ്ഞില്ലേ, വഇമിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളെല്ലാവരും നരകത്തിന്റെ മേൽഭാഗത്തുകൂടെ സ്വർഗത്തിലേക്ക് വരാനുള്ളവരാ. ആ നരകത്തിന്റെ മുകളിൽ വിരിച്ച പാലത്തിലൂടെ കിടക്കാതെ അന്തരീക്ഷത്തിലൂടെ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. കാറ്റെടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. അവർക്ക് വേഗത കൂടുതലുണ്ട്, അവരും പോകുന്നത് ആ പാലത്തിലൂടെയാണ്. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, അത് അല്ലാഹു തആല തീർപ്പാക്കി വെച്ചൊരു വിഷയമാണ്. ഇനി അതിൽ മാറ്റം വരില്ല. ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നരകം കണ്ടിട്ടു വേണ്ടേ സ്വർഗത്തിലേക്ക് എത്താൻ. അപ്പൊ പ്രതീക്ഷയാണോ പ്രത്യാശയാണോ വേണ്ടത്? പ്രത്യാശയാണ് കൂടുതൽ വേണ്ടത്. അതിനാണല്ലോ എല്ലാ നിസ്കാരത്തിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യായ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാത്ത നിസ്കാരമുണ്ടോ? സുന്നത്കാരിൽ മഹാമടിയന്മാരെ ആരൊക്കെയാണ്? ഞാനും നമ്മളൊക്കെ എണീറ്റിക്കണം. എല്ലാവരും നമുക്കൊക്കെ അതിൽ ഒരേ മാർഗം. സുന്നത്ത് സഹോദരങ്ങളെ, അതിനുശേഷം ആലിന്റെ മേൽ സ്വലാത്തല്ലേ, എന്നാലല്ലേ ആ സുന്നത്ത് നിസ്കാരവും പൂർണ്ണമാവുകയുള്ളൂ. അന്നും അവിടെ കിടക്കുന്നില്ലേ ആലിന്റെ മേൽ സ്വലാത്തല്ലേ? അതിനൊക്കെ സുന്നത്തല്ലേ? അവസാനത്തെ അത്തഹിയ്യാത്തിൽ ആലിന്റെ മേൽ സ്വലാത്തല്ലേ? അതില്ല. അത്തഹിയ്യാത്ത് അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വന്നിട്ടുണ്ടാവും. അങ്ങനല്ല, അല്ലാഹു സ്വല്ലല്ലാഹു മുഹമ്മദിൻ വഅലാ ആലിഹി അത്ര ജില്ലാണെങ്കിൽ അത്രയും നമ്മൾ ആ വിഷയം ഏത് അബ്വാദ് സുന്നത്ത് ഒഴിവാക്കിയെന്നില്ല നമ്മൾ ഒഴിവാക്കി. അതിനുശേഷം ഒഴിവാക്കൽ കറാഹത്തുള്ള ദുആയാണ് ഇപ്പൊ ചൊല്ലിയ ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യായ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഫർളിൽ മാത്രമല്ല, സുന്നത്തിലും ശീലിക്കാത്തവർ ശീലിക്കാം. എല്ലാ മയ്യിദ് കാവലി ഒതുക്കുന്നില്ലേ? നരകത്തുനിന്ന് കാവലി ഒതുക്കുന്നില്ലേ? എല്ലാ നിസ്കാരത്തിനും. അപ്പൊ ഇതൊരു മഹാസംഭവമാണ്. ആ സംഭവത്തിനെ കുറിച്ച് രക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലാഹുവിനോട് കേഴുന്നത്, പ്രാർത്ഥന നടത്തുന്നത്. അതിലെ ജീവിതം സുഖകരമല്ല, വല്ലാത്ത ഇടങ്ങേറ് പിടിച്ചത് തന്നെയാണ്. അപ്പോ അല്ലാഹു തആല മഹത്വങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത്. മഹാന്മാരായ ആളുകളാണെങ്കിൽ അവർ നരകത്തെ കുറിച്ച് നല്ല ബോധമുള്ളവരായിരിക്കും, വല്ലാത്ത പേടിയുള്ളവരായിരിക്കും. ചെറിയ ഒരു പേടിയെങ്കിലും നമുക്ക് വേണം. ദുനിയാവിലുള്ള തീയും ദുനിയാവിലുള്ള ചൂടൊക്കെ അനുഭവിക്കുമ്പോ നമ്മളെല്ലാവരും ഓതണം. സുബാസിലെ ഒരു ആയത്തിന്റെ കഷ്ണമുണ്ട്. ഞാനൊരു 3 വട്ടമാണെങ്കിൽ ഒരിക്കലും അത് മനസ്സിലിങ്ങനെ കുറിച്ച് വെച്ചു. എന്താണ് ആയത്തിന്റെ കഷ്ണം? ഉച്ചക്ക് ഇങ്ങനെ പതച്ചു പൊങ്ങുന്ന ചൂടില്ലേ, ആ ചൂട് ശരീരത്തിൽ കൊള്ളുമ്പോ സൂര്യതാപമേറ്റ് ആളുകൾ മരിച്ചു വീഴുന്നത് റിപ്പോർട്ട് വായിക്കുമ്പോ മുഅ്മിനേ ഞാനും നീയും പറയേണ്ടത് ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഖുൽ പറയൂ നബിയേ നാറു ജഹന്നം, ജഹന്നമിലെ തീ അശദ്ദു ഹർറാ, കഠിന ചൂടുള്ളതാണ്.
ഇവിടത്തെ ചൂടൊന്നുമല്ല. അല്ലാഹു തആല 70-ൽ ഒരംശം മാത്രമേ ഭൂമിയിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി 69 ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, വരുന്നുമില്ല. 60 ബാക്കി 69 നരകത്തിലാണ് അല്ലാഹു തആല കാണിച്ചു തരുന്നത്. അതുകൊണ്ടല്ലേ നാറുക്കും ജുസുഉൻ മിൻ 70 മിൻ നാരി ജഹന്നം. നിങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഉഷ്ണം, ദുനിയാവിൽ താപനില എത്ര വർദ്ധിച്ചാലും 40 അങ്ങനെ പോയി പോയിട്ട് 100 ആയാലും, 100 അങ്ങനെ പോയിട്ട് 1000 ആയാലും, 1000 പോയിട്ട് 10,000 ആയാലും, എത്ര ഡിഗ്രി കൂടിയാലും അത് ജഹന്നമിലെ 70-ൽ 1. കാത്തുരക്ഷിക്കട്ടെ. ആ ജഹന്നം ചെറിയൊരു ഓർമ്മെങ്കിലും നമ്മുടെ കൽബിൽ വേണം സഹോദരങ്ങളെ. നമുക്കിത് ഓർമ്മല്ലാതല്ല നമ്മളെ മഹാന്മാരുടെ അടയാളങ്ങൾ കാണാൻ പറ്റുമോ? പഴയകാലത്തെ പള്ളി മെമ്പറുകളിലൊക്കെ ഇമാമുകൾ മുമ്പ് കുത്തുബോധം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് പറയുമ്പോൾ വറവറക്കുന്ന ഇമാമികളെ കണ്ടിട്ടില്ലേ? പൊട്ടി പൊട്ടി കരയുന്നവരെ കണ്ടിട്ടില്ലേ? ഹറമൈനി ശരീഫിൽ ഇമാമത്ത് നിൽക്കുന്ന ഇമാമുകൾ നിസ്കാരത്തിൽ കുറെ നേരം മൗനം പാലിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? കരയുകയാണ്. നരകത്തെ ആലോചിച്ച് പേടിച്ച് കരയുകയാണ്. അങ്ങനെ ആലോചിക്കുമ്പോഴാണല്ലോ നമ്മുടെ ആത്മീയത നന്നാവുന്നത്. നമ്മുടെ കൽബിലുള്ള ചൂടൊക്കെ കെട്ടുപോയിട്ട് കൽബിൽ നല്ല ആത്മീയ ഭാവം വരുന്നത്. നരകത്തെ ഒരു കാഴ്ചയെങ്ങാനും കണ്ടുപോയാൽ, നരകത്തിലെ ചെറിയൊരു രൂപഭാവമെങ്കിലും കണ്ടുപോയാൽ എന്താണ് അതിന്റെ അവസ്ഥ? നരകം കാക്കുന്ന മലക്കിനെ കണ്ട് പേടിച്ചുപോയി മുഹമ്മദുർ റസൂലുള്ളാഹി. നരകം കാക്കുന്ന മലക്കിനെ. കാരണം ആ ഇസ്രായേലിന്റെ യാത്ര കഴിഞ്ഞ് മിഅ്റാജ് നടത്തുമ്പോ എല്ലാവരും സ്വീകരിക്കുന്നത് അത്യാവശ്യത്തോടുകൂടി. ഇബ്ലീസ് വരെ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള വഴിയിൽ വെച്ച് ഒളിഞ്ഞു നിന്നിട്ട് വിളിച്ചിട്ടുണ്ട്. ഒളിഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം ഒളിഞ്ഞു വിളിച്ച ആളില്ലേ? ഇബ്ലീസാണ് ഉത്തരം ചെയ്യണ്ട. ഉത്തരം ചെയ്തു പോയാൽ ഉമ്മത്തിലെ മുഴുവൻ മെമ്പർമാർ ഇബ്ലീസിന് ഉത്തരം ചെയ്യും. അതുകൊണ്ട് ഉത്തരം ചെയ്യണ്ട, പോട്ടെ വണ്ടി മുന്നോട്ട് പോട്ടെ. ഒളിഞ്ഞു നിന്നിട്ടാണോ വിളിക്കുന്നത്? മറിഞ്ഞെന്ന് വിളിക്കുന്ന ആളെ വിളിക്കും ഉത്തരം ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം. മറിഞ്ഞെന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല, ഉത്തരം ചെയ്തിട്ടുണ്ടോ ഇല്ലേ? മറിഞ്ഞു നിന്നിട്ട് ഒരാളെ നമ്മളങ്ങനെ കളിപ്പിച്ച് സലാം ചെയ്തിട്ട് മറക്കണോ മറക്കണ്ടേ എന്നൊക്കെ ചോദ്യം. മൊബൈലുള്ളതൊക്കെ അയക്കുന്ന കൂട്ടത്തിലും എഴുതി അയക്കുന്ന കൂട്ടത്തിലും കേൾക്കുന്ന കൂട്ടത്തിലും ഉപകരണത്തിലൂടെ. സഹോദരങ്ങളെ, മാലിക് അലൈഹിസ്സലാമിനെ കണ്ടപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. വലിയ ദണ്ഡും പിടിച്ചിങ്ങനെ നിൽക്കല്ലേ മാലിക് അലൈഹിസ്സലാം. സലാം പറഞ്ഞപ്പോ സലാം ഒക്കെ വളരെ കർശനമായ സലാം. അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചു. ഒന്ന് ചിരിച്ചു നോക്കി, ഇങ്ങോട്ട് ചിരിച്ചില്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ ആരാണിത്? നബിയേ, ഹാദാ മാലികുൻ ഖാസിനുന്നാർ, ഇത് നരകം കാക്കുന്ന മലക്കാണ്. സലാം പറഞ്ഞു നബിയേ, സലാം പറഞ്ഞു, മടക്കിയിട്ടുണ്ട്. ഞാനങ്ങോട്ട് ചിരിച്ചു നോക്കി, ഇങ്ങോട്ട് ചിരിച്ചില്ല. തങ്ങൾ ചിരിച്ചിട്ട് തങ്ങളോട് ചിരിച്ചിട്ടില്ലെങ്കിൽ ലാ യദ്ഹഖു ഇലാ അഹദിൻ മിൻ അബദാ, ഇനി കാലകാലം ഒരു കാലത്തും ഒരാളോടും ചിരിക്കൂല. കാരണം കണ്ടാൽ ഏറ്റവും സന്തോഷം തോന്നുന്ന പൂമുഖമുഖം, കണ്ടാൽ വീണ്ടും കാണണമെന്ന് മുമ്പിൽ കൊതിക്കുന്ന പൂമുഖമുഖം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖമാണല്ലോ. ബുശ്റാ ലിഉമ്മതിഹി ബിറുഇയതി വജ്ഹിഹി ഹാദാ വൽ ജാറുൽ അദീമുൽ ലസി യദൂ. ആ തിരുമുഖം കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതിന് പറ്റുന്ന വിധാനത്തിലേക്ക് അല്ലാഹു നമ്മളെ ഉയർത്തി നന്നാക്കി തരട്ടെ. സഹോദരങ്ങളെ, ആ നരകം കാക്കുന്ന മലക്ക് കണ്ടില്ലേ? നിങ്ങൾ ചിരിക്കാതിരിക്കുന്നത് ബോധപൂർവമാണോ? അതെ, കാരണം ചിരി അറിയാത്തത് കൊണ്ടാണ്. കാവൽ നിൽക്കുന്നത് നരകത്തിനല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, അപമര്യാദ കാണിച്ചിട്ടല്ല. കാരണം ഒരൊറ്റ മലക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നിൽ നിന്ന് കൊടുക്കാത്തതില്ല. ഒരൊറ്റ
ഒരൊറ്റ മലക്കും നബി തങ്ങളെ സ്വീകരിക്കാത്തതില്ല. വാനലോകത്ത് ഏറ്റവും കൂടുതൽ മലക്കുകൾ സമ്മേളിച്ച് ഏറ്റവും ഉജ്ജ്വലമായ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ലോകതലത്തിൽ അത് ഒരേ ഒരു നേതാവിന് മാത്രമാണ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലേ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വൃക്ഷം അലങ്കരിച്ച് ഒരു വൃക്ഷത്തിന്റെ ഒരു ഇല ആനച്ചെവി പോലെ വലുപ്പമുണ്ടെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ മരങ്ങൾക്ക് മുകളിലും മുഴുവനുമുള്ള ലക്ഷക്കണക്കിന് മലക്കുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ അവിടെ കാത്തു നിന്നില്ലേ? അപ്പൊ എല്ലാവരും സഹോദരങ്ങളെ കാത്തു നിന്നിട്ടുണ്ട്. പക്ഷേ മാലിക് അലൈഹിസ്സലാം നരകം കാക്കുന്ന മലക്കിന്റെ ഹാലിങ്ങനെയാണ്. അപ്പൊ നരകത്തെ കുറിച്ച് നല്ല ബോധവും നല്ല ചിന്തയും നമുക്ക് വേണം. അല്ലാഹു നമ്മെ അബോധമുള്ളവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. അഭിവന്ദനായ ഉസ്താദ് അവർകൾ, നമ്മളെ ഇറക്കാത്ത കഴിയുന്ന വന്യരായ പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സിലെ طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറെ നമ്മുടെ നാട്ടുകാര് ഒരുപാട് കാലമായി നമ്മുടെ ഇവിടെ ഉസ്താദിന്റെ സാന്നിധ്യം, ഉസ്താദ് ഒന്ന് വന്ന് നമുക്കൊന്ന് നസീഹത്ത് നൽകൽ പ്രതീക്ഷിച്ചു.